ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ലോ കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്ത് ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ലീഗൽ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലീഗൽ ടേംസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ലീഗൽ ടേംസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാം, ലീഗൽ സെന്റൻസുകളും അതുവഴി നമുക്ക് ലീഗൽ ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ നമ്മളെ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളായാലും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻറ്റ് ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പുകളെയും ലോ കോളേജിൽ ചേർന്ന് LLB പഠനം സ്റ്റാർട്ട് ചെയ്ത ന്യൂബീസിനും അതുപോലെ തന്നെ LLB എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികളും കൂടെ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്, അതായത് ഒരു ലീഗൽ സബ്ജക്റ്റ് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട. അപ്പൊ നമ്മൾ ഒരുപാട് ലീഗൽ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ ലീഗൽ സബ്ജക്ട്സിന് വേണ്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ലീഗൽ വേർഡ്സും അതായത് ലീഗൽ ടേംസും മാക്സിംസ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ലീഗൽ ടേം ആണ് ആക്ടസ് റിയസ്. ഓക്കെ, നമ്മൾ IPC പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഒരു ക്രൈം നിലനിൽക്കണമെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് വേണ്ടേ? ഓക്കെ, ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം there should be two important elements, actus reusum mens rea. Okay, actus reus എന്ന് പറഞ്ഞാൽ എന്താ? The physical act. Okay, mens rea എന്ന് പറഞ്ഞാൽ എന്താ? The guilty mind. ഓക്കെ, ഞാൻ ഒരാളെ കൊല്ലണമെന്ന് മനസ്സിൽ തീരുമാനിച്ച് ഞാൻ അയാളെ കത്തി വെച്ച് കുത്തിക്കൊല്ലുന്നു. ആ കത്തി വെച്ച് കുത്തിക്കൊല്ലുന്ന ആ ഫിസിക്കൽ ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടസ് റിയസ് എന്ന് പറയുന്നത്. ഞാൻ അയാളെ കൊല്ലാൻ എൻ്റെ മൈൻഡിൽ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന ആ ഗിൽറ്റി മൈൻഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെൻസ് റിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഗൽ ടേം ആണ് ആക്ടസ് റിയസ്. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ആക്ട്. അടുത്ത രണ്ടാമത്തെ ലീഗൽ ടേം എന്താ? ഓഡി ഓൾട്ടറം പാർട്ടം. ഓഡി ഓൾട്ടറം പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവെ കോടതികളിലായാലും നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ട്രൈബ്യൂണൽസ് ആയാലും നമ്മളൊരു കോസ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു കേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോടതിയുടെ മുൻപാകെ വരുമ്പോൾ കോടതി എന്ത് ചെയ്യും? ആ ഓപ്പോസിറ്റ് പാർട്ടീനെയും കോടതിയിൽ വിളിച്ച്, നമ്മൾ ആർക്കെതിരെയാണ് കേസ് കൊടുത്തത്, ആ ഓപ്പോസിറ്റ് പാർട്ടീനെയും കോടതിയിൽ വിളിച്ചു വരുത്തി അവരുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമാണ് തീരുമാനം എടുക്കുള്ളൂ. ദാറ്റ് ഈസ് ഓഡി ഓൾട്ടറം പാർട്ടം. ഹിയർ ദ അതർ സൈഡ്, അതായത് കോടതി രണ്ട് സൈഡും കേട്ടതിന് ശേഷം മാത്രമേ എന്ത് പറയുള്ളൂ? ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുള്ളൂ? തീരുമാനം പറയുള്ളൂ. അതാണ് ഓഡി ഓൾട്ടറം പാർട്ടം, ഹിയർ ദ അതർ സൈഡ്. ഓക്കെ, അടുത്ത മൂന്നാമത്തത് ബൊണാഫൈഡ്. ബൊണാഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, നല്ല ഉദ്ദേശത്തോടെ, ഇൻ ഗുഡ് ഫെയ്ത്ത്. പിന്നെ അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് ലീഗൽ മാക്സിംസ് ആണ്. ഓക്കെ, അത് നമ്മൾ ടോട്ടൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് മാക്സിംസ് ആണ് ഡാംനം സൈൻ ഇഞ്ചൂറിയയും ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഓക്കെ, ഡാംനം സൈൻ ഇഞ്ചൂറി എന്താണ്? വാട്ട് ഈസ് ഡാംനം സൈൻ ഇഞ്ചൂറിയ? ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഓക്കെ, ഡാംനം സൈൻ ഇഞ്ചൂറിയ എന്ന് പറഞ്ഞാൽ ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. നമ്മൾ ഇതിലൊരു ഫേമസ് കേസ് പഠിക്കും, ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. അതായത് ഒരു സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂൾ തുടങ്ങുന്നു. ഈ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ അവിടെ പോയി ചേരുന്നു. അപ്പോൾ ഈ സ്കൂളിലെ മുതലാളിക്ക് നഷ്ടം ഉണ്ടാവുന്നു. അപ്പോൾ ആ മുതലാളി എന്ത് ചെയ്തു? മറ്റേ സ്കൂളിനെതിരെ കേസ് കൊടുക്കുന്നു. ഇവിടെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് കുറച്ച് കുട്ടികൾ പോയി അവിടെ പോയി ചേർന്നപ്പോൾ ഈ വ്യക്തിക്ക്, ഈ മുതലാളിക്ക് ഡാമേജ് ഉണ്ടായി. പക്ഷെ അവിടെ ലീഗൽ ഇഞ്ചുറി ഉണ്ടോ? ഇല്ല. ദർ ഇസ് നോ ലീഗൽ ഇഞ്ചുറി. ഓക്കെ, ഒരാൾക്ക് എവിടെ വേണമെങ്കിലും സ്കൂൾ തുടങ്ങാൻ പറ്റും. ഓക്കെ, സോ ദർ ഇസ് നോ, അവിടെ ഡാമേജ് ഉണ്ടെങ്കിലും അവിടെ ലീഗൽ ഇഞ്ചുറി. ദാറ്റ് ഈസ് ഡാംനം സൈൻ ഇഞ്ചുറിയ. നിങ്ങൾ ആ ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ മാക്സിൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അടുത്തത് ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇഞ്ചൂറിയ സൈൻ ഡാംനം പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കേസ് ഓർത്താൽ മതി, ആഷ്ബി വേഴ്സസ് വൈറ്റ്. അതില്ലേ, ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്താ? വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു, റിട്ടേണിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. താൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആള്, ഓക്കെ, വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആള് ജയിച്ചു. ഇയാളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും അയാൾ ജയിച്ചു. അപ്പോൾ അവിടെ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ? ഡാമേജ് ഇല്ല, പക്ഷെ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് ലീഗൽ ഇഞ്ചുറി ആയിട്ടുണ്ട്. കാരണം വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അയാളുടെ റൈറ്റ് ആണ്. ആ റൈറ്റ് എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു. എപ്പോഴൊക്കെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അപ്പോഴൊക്കെ റെമഡി കൊടുത്തിരിക്കണം. സോ ഇഞ്ചുറിയസ് ആൻഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇഞ്ചുറി ഉണ്ട്, ലീഗൽ ഇഞ്ചുറി ഉണ്ട്, പക്ഷെ ഡാമേജ് ഇല്ല. ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസ് നിങ്ങൾ ഓർത്താൽ മതി. അടുത്തത് കോൺട്രാക്റ്റിനെ പറ്റി ക്ലാസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്റ്റും അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെ പറ്റി. ഓക്കെ, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ കോർട്ട്. ഓക്കെ, ആൻ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ കോർട്ട് ആണ് എന്ത് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത്
അരിസ്റ്റോട്ടിൽ പറയാൻ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് വൈക്കാരിയസ് ലയബിലിറ്റി. വാട്ട് ഈസ് വൈക്കാരിയസ് ലയബിലിറ്റി? വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനൊരു ടോർഷ്യസ് ആക്ട് ചെയ്തു. ആ ടോർഷ്യസ് ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ലയബിൾ ആവുള്ളൂ. അതായത് ഒരു തെറ്റ് ചെയ്ത ആള് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലയബിൾ ആവുള്ളൂ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ വേറൊരു വ്യക്തി ചെയ്ത കുറ്റത്തിനും വേറൊരു വ്യക്തി ചെയ്ത തെറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം പറയേണ്ടി വരും. അതാണ് വൈക്കാരിയസ് ലയബിലിറ്റി. വി വിൽ ബി ഹോൾഡ് ലയബിൾ ഫോർ ദ ആക്ട് ഓഫ് അനദർ പേഴ്സൺ, ഫോർ ദ റോങ്ഫുൾ ആക്ട് ഓഫ് അനദർ പേഴ്സൺ. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ വൈക്കാരിയസ് ലയബിലിറ്റി. അത് മെയിൻ ആയിട്ട് നമ്മുടെ മാസ്റ്റർ സർവന്റ് റിലേഷൻഷിപ്പ്. സെർവന്റ് ചെയ്യുന്ന എന്ത് റോങ്ഫുൾ ആക്ടിനും എന്ത് ചെയ്യുന്നത്, മാസ്റ്റർ ലയബിൾ ആവും. സോ വാട്ട് ഈസ് വൈക്കാരിയസ് ലയബിലിറ്റി? എ പേഴ്സൺ ഓർ എൻറ്റൈറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് അനദർ. നോർമലി നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ മാത്രം ലയബിൾ ആവുള്ളൂ. പക്ഷേ ഈ വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ലീഗൽ പ്രിൻസിപ്പിളിൽ വേറൊരാൾ ചെയ്ത തെറ്റിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മാസ്റ്റർ സർവന്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്ത ലീഗൽ ടേം ആണ് റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ. റെസ്പോണ്ടേറ്റ് സുപ്പീരിയറും ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ കാരണം എന്താണ്, റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ മാസ്റ്റർ ആൻസർ. അതെന്താണ്, ഒരു സെർവന്റ് ചെയ്യുന്ന തെറ്റിന് മാസ്റ്റർ ആൻസറബിൾ ആവും. അതാണ് റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യൂ ഫസിറ്റ് പെർ അലിയം. ഓക്കെ, ക്യൂ ഫസിറ്റ് പെർ അലിയം ഫസിറ്റ് പെർ സെ, അതൊരു ലീഗൽ മാക്സിം ആണ്. ഓക്കെ, ക്യൂ ഫസിറ്റ് പെർ അലിയം ഫസിറ്റ് പെർ, ഹി ഹു ആക്ട്സ് ടു അനദർ ആക്ട്സ് ഹിംസെൽഫ്. അതും ഈ മുകളിൽ പറഞ്ഞ വൈക്കാരിയസ് ലയബിലിറ്റിയും റെസ്പോണ്ടന്റ് സുപ്പീരിയറിനെയും കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എന്ത് പറയുന്നത്, ക്യൂ ഫസിറ്റ് പെർ അലിയം ഫസിറ്റ് പെർ സെ വരുന്നത്. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് താൻ എന്താ പറയുക ഏൽപ്പിച്ച അല്ലെങ്കിൽ താൻ ഇൻട്രസ്റ്റ് ചെയ്ത ഒരാൾ ഒരു ആക്ട് ചെയ്യുമ്പോൾ അത് ആ വ്യക്തി ചെയ്ത പോലെ ആയിരിക്കും. അതാണ് ക്യൂ ഫസിറ്റ് പെർ അലിയം ഫസിറ്റ് പെർ സെ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്ത് അയാളെ കൊണ്ട് എൻ്റെ ബിഹാഫിൽ ഒരു കാര്യം ചെയ്യിക്കുമ്പോൾ അത് ഞാൻ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, അതാണ് ക്യൂ ഫസിറ്റ് പെർ അലിയം ഫസിറ്റ് പെർ സെ. ഹി ഹു ആക്ട്സ് ത്രൂ അനദർ ആക്ട്സ് ഹിംസെൽഫ്. നമുക്ക് അടുത്ത മാക്സിമം നോക്കാം. നമുക്ക് ആക്ടസ് നോട്ട് ഫാസിട്രിയം നിസി മെൻസിട്രിയ. ഓക്കെ, ആക്ടസ് നോട്ട് ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, an act does not amount to a crime unless it is done with a guilty mind. ഒരു ആക്ട് ക്രൈം ആവുന്ന എപ്പോഴാണ്, അത് ഗിൽറ്റി മൈൻഡോടെ ചെയ്താൽ മാത്രമേ അത് എന്താവുള്ളൂ, അത് ക്രൈം ആവത്തുള്ളൂ. ഓക്കെ, അതായത് ഒരു ക്രൈം നിലനിൽക്കണമെങ്കിൽ ആക്ടസ് റിയസും മെൻസ് റിയം രണ്ടും വേണം. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയം. കൺവിക്ഷൻ ഓഫ് എ ക്രൈം റിക്വയർസ് പ്രൂഫ് ഓഫ് ക്രിമിനൽ ആക്ട് ആൻഡ് ഇന്റന്റ്. രണ്ടും വേണം, ക്രിമിനൽ ആക്ടും വേണം, അതിന്റെ ഇന്റന്റും വേണം.